വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. സമയം രാവിലെ കൃത്യം 7 മണി. ചെറിയൊരു റൈഡ് പോകാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിലാണ്. ഇവിടുന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. പുള്ളി ഡ്യൂക്ക് 390 ആണ്. പുള്ളി വണ്ടി ഓടിച്ചിട്ട് കുറേ കാലമായി എന്ന് പറഞ്ഞു, ഒന്ന് വെറുതെ കൃഷ്ണഗിരി വരെ പോയിട്ടൊന്ന് വരാമെന്ന് വെച്ചു. അങ്ങനെ പ്ലാൻ ചെയ്തതൊന്നുമല്ല. ഇന്നലെ രാത്രി പുള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞ ഒന്ന് ചെറിയൊരു റൈഡ് പോയാലോ എന്നുള്ളത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് പോകാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ വെറുതെ കുറേ ലോങ് ഒന്നും പിടിക്കണ്ട. ഇവിടെ നിന്ന് ആകുമ്പോൾ ഹാർഡ്ലി ഒരു 70-75 കിലോമീറ്റേഴ്സേ കൃഷ്ണഗിരിയിലോട്ട് വരുന്നുള്ളൂ. 1-2 സ്ഥലത്തൊക്കെ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് സർവീസ് റോഡൊക്കെ എടുത്ത് പോകണം. ആ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവറിൻ്റെ താഴെ പുള്ളി വന്ന് നിൽക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സമയം കളയാതെ നേരെ ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവറിൻ്റെ അങ്ങോട്ടേക്ക് പോകാം. പുള്ളി ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവറിൻ്റെ മേളിലാണ്. അപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടാനുള്ള ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പതുക്കെ അത്തിബലെ ടോളിന് അങ്ങോട്ട് നീങ്ങാണ്. ഞാൻ പതുക്കെ പോകത്തുള്ളൂ. പിന്നെ എന്തായാലും 390 പോകുന്ന പോലെ നമുക്ക് CB350 പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ പതുക്കെ നീങ്ങാണ്. നീ പുറകെ വന്നോളാൻ പറഞ്ഞു. അല്ലെ സാറിന് ഇവിടെയൊക്കെ നിർത്താൻ പറ്റുമായിരുന്നു. വന്ന് ഇപ്പോൾ ശനിയും ഞായറൊന്നും അടുക്കാൻ പറ്റാത്ത അവസ്ഥയും മാറിയിട്ടുണ്ട്. നൈസ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വഴി മൊത്തം കുറേ ബൈക്കുകാരെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. അതിപ്പോൾ സൂപ്പർ ബൈക്ക് ആണെങ്കിലും സാധാരണ ഒരു ബൈക്കാണെന്നുണ്ടെങ്കിലും ബൈക്കേഴ്സ് ഇറങ്ങുന്നൊരു ദിവസമാണ് മോസ്റ്റ്ലി സൺഡേ. സാറ്റർഡേക്കാളും അപേക്ഷിച്ച് കൂടുതൽ ബൈക്കേഴ്സിനെ റോഡിൽ കാണുന്നത് സൺഡേ ആണ്. വലിയ ബഹളമൊന്നും റോഡിലുണ്ടാവില്ലേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ആഹാ, സൂര്യൻ ചേട്ടൻ ഇങ്ങനെ ഉദിച്ച് തെളിഞ്ഞ് നിൽക്കുകയാണ്. ഓഹ്, ഒരു രക്ഷയില്ല. തെറ്റില്ലാത്തൊരു തണുപ്പുണ്ട്. മുട്ടടിക്കുന്ന തണുപ്പൊന്നുമില്ല, എന്നൊരു കംഫർട്ടബിൾ തണുപ്പാണ്. അത്തിബലെ ടോൾ എത്തിക്കഴിയുമ്പോഴേക്കും അവൻ പുറകെ എത്തുമായിരിക്കും. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് അത്തിബലെ ടോൾ. അങ്ങനെ നമ്മൾ ഒരിക്കൽ കൂടി അത്തിബലെ ടോൾ എത്തിയിരിക്കുകയാണ്. ഈ ഒരിക്കൽ കൂടി എത്തി എന്ന് പറയാൻ കാരണം ഞാൻ എൻ്റെ കൂടുതൽ റൈഡ്സ് ഈ സൈഡോട്ടാണ് വരാറുള്ളത്. നമ്മൾ സൗത്ത് ഓഫ് ബാംഗ്ലൂർ ആയതുകൊണ്ട് ഈ റൂട്ട് പിടിക്കുന്നതാണ് ആക്ച്വലി എളുപ്പം. ഡ്യൂക്കിന് ഫ്യൂല് ഫില്ല് ചെയ്യാൻ വേണ്ടി നിർത്തിയാണ്. പുള്ളി XP95 തന്നെയാണ് അടിക്കാറ്. അതിൻ്റെതായ വ്യത്യാസം ശരിക്കും ഡ്യൂക്കിൽ കാണിക്കാറുണ്ട്. പക്ഷേ ഈ CB350 XP95 അടിച്ചിട്ട് എനിക്കങ്ങനെ വലിയ വ്യത്യാസമൊന്നും സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തിട്ടില്ല. ഒന്നാമത് CB350 ഒരു ലോങ് സ്റ്റോക്ക് എഞ്ചിനാണ്. അപ്പോൾ കാര്യമായ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ ഡ്യൂക്ക് അങ്ങനെ ഇല്ലല്ലോ. ഒരു ഹൈ റൈവിംഗ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വ്യത്യാസം വണ്ടിയിൽ കാണിക്കും. എനിക്ക് പണ്ട് എൻ്റെ RX ഉണ്ടായിരുന്നപ്പോൾ ഞാനത് കൊടുക്കുന്നതിൻ്റെ തലേന്ന് XP100 ഒരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഹോ, മാരകം എന്ന് പറഞ്ഞാൽ അതിമാരകം. വണ്ടി കൊടുക്കുന്നതിൻ്റെ തലേന്ന് രാത്രി എന്തായാലും വണ്ടി നാളെ കൊടുക്കല്ലെന്ന് വെച്ചിട്ട് ഞാൻ XP100 ഒരു 500 രൂപയ്ക്ക് അടിച്ചു. 165 റുപ്പീസ് ആണല്ലോ. ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ എയർപോർട്ട് വരെ പോയി തിരിച്ചു വന്നു. ഒരു രക്ഷയില്ല. വണ്ടി വെറുതെ പ്രാന്ത് പിടിച്ച പോലെയായിരുന്നു. XP100 ഒന്നും എനിക്ക് ഞാൻ CB350 അടിച്ച് നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യമായ വ്യത്യാസം ഉണ്ടാവുന്നുള്ളത്. അങ്ങനെ ഫ്യൂല് ഫില്ല് ചെയ്തു. നമ്മൾ വീണ്ടും ബാക്ക് ടു ദ റോഡ്. വലിയ ദൂരമൊന്നുമില്ല ഇവിടെ നിന്ന്. കൂടിപ്പോയൊരു 45-50 കിലോമീറ്റർ ഉണ്ടാവും. ചെറിയൊരു റൈഡ്. ബൈക്കർമാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് എന്നും പറയാം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ ഒന്നൊന്ന് റെഡി ആയിരിക്കും, അത് വേറൊരു കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചായ കുടിച്ച് അവിടെ നിന്ന് തിരിച്ച് പോരാം. വീട്ടിലൊന്നും ധൈര്യം കഴിക്കാമല്ലോ. എന്ത് തന്നെ പറഞ്ഞാലും CB350 അതിപ്പോൾ ഹൈനസ് ആയിക്കോട്ടെ RS ആയിക്കോട്ടെ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ CB350 ആയിക്കോട്ടെ ഒരു 60 to 80 ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകാൻ ഭയങ്കര രസമുണ്ടോ. ഒരു തരത്തിലുള്ള വൈബ്രേഷൻ നിങ്ങൾ അറിയുന്നില്ല. വണ്ടി എഫേർട്ട്ലെസ്ലി ഒരു 80 to 100 സുഖമായിട്ടിരുന്ന് നിങ്ങൾ പോവാം. പക്ഷെ നിങ്ങളൊരു 70-80 ഒക്കെ പിടിച്ചാണ് ഹൈവേയിൽ പോകുന്നത് എന്നുണ്ടെങ്കിൽ അപ് ടു നിങ്ങൾക്ക് ഒരു 45-46 വരെ കിട്ടിയെന്ന് വരും. ഞാൻ CB350 യൂസേഴ്സിനെ പറ്റിയാണോ പറഞ്ഞത്. അവൻ വെച്ചടിച്ച് പോയോ, അവൻ പോട്ടെ. ഈ ഡ്യൂക്കൊക്കെ ആയിട്ട് പിടിച്ചു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമില്ല. നമ്മൾ പതുക്കെ ഇങ്ങനെ 80-90 ക്രൂസ് ചെയ്ത് ഇങ്ങനെ സമാധാനത്തിൽ പോകും. അപ്പോഴേക്കും അവൻ എത്തേണ്ടടുത്തെത്തി ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഡൗട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഞാൻ കുറച്ച് നേരം ഡ്യൂക്ക് ഓടിക്കാമെന്ന് വിചാരിച്ചു. കുറേ സൂപ്പർ ബൈക്സൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുമായിരുന്നു ആ സമയത്ത്. മുറുകൻ ഇഡ്ഡലി ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇഡ്ഡലി മാത്രമല്ല, എല്ലാ സാധനങ്ങളും കിട്ടും. ദോശ ആയിക്കോട്ടെ, ഊത്തപ്പം ആയിക്കോട്ടെ, എല്ലാം ഉണ്ട്. ഞാൻ കഴിച്ചത് ഗീ പൊടി ഇഡ്ഡലിയാണ്. അത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് സാധനമാണെന്നാണ് തോന്നുന്നത്. മെജോറിറ്റി ആൾക്കാർ അത് തന്നെയാണ് ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ വണ്ടി ഓടിച്ച് ഇതിലോട്ട് കയറിയപ്പോഴും ചെറിയൊരു സുഖക്കുറവ്. പക്ഷേ പവർ ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നെ ഭയങ്കര അഗ്രസീവാണ്. ഞാൻ കുറേ തവണ ഈ വണ്ടി
അതൊക്കെ ഇങ്ങനെ ക്രൂസ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ പറ്റൂല, വണ്ടി വെറുതെ ഇങ്ങനെ കുതിച്ചുകൊണ്ടേയിരിക്കും. ഡ്യൂക്ക് 390 ആയിട്ട് ഇങ്ങനെ, അപ്പോൾ ഒരു 790 ഒക്കെ അഗ്രഷൻ എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓ, ഇതിനെയാണോ തന്ത വൈബ് എന്ന് പറയുന്നത്? ഞാൻ ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടൊരു 40 കിലോമീറ്റർ ആയിട്ടുള്ളൂ. എൻ്റെ റൈറ്റ് കാലൊക്കെ ചെറുതായിട്ടൊന്ന് മരവിക്കുന്നുണ്ട്. ഫുഡ് പാക്ക് കുറച്ച് റെയർ സെറ്റ് ആണല്ലോ, അത് യൂസ് അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതിനെയും തന്ത വൈബ് എന്ന് പറയാമല്ലേ. ഷേ, എനിക്ക് പിന്നെ പൊതുവേ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് പോകാനാണ് താല്പര്യം. ഞാൻ പണ്ട് എനിക്കൊരു R15 V2 ഉണ്ടായിരുന്നു. വളരെ ആറ്റുനോറ്റ് മേടിച്ചൊരു വണ്ടിയായിരുന്നു. അത് ഈ സിറ്റി ട്രാഫിക്കിൻ്റെ അകത്ത് ഡെയിലി കമ്മ്യൂട്ട് ചെയ്ത് നടന്ന് എനിക്ക് അവസാനം ഭ്രാന്തായി. ഞാൻ വണ്ടി അങ്ങോട്ട് കൊടുത്തു കളഞ്ഞു. പിന്നെ ഞാൻ കൂടുതലും ലോങ് ഡിസ്റ്റൻസ് പോകുന്നതുകൊണ്ടായിരിക്കാം ഈ അപ്പൈറ്റ് ബസ്സിന് ഇരുന്നിരുന്ന് എൻ്റെ സുഖം പിടിച്ചു പോയി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. മുരുകനടിച്ച് വരെ ഒരു റൈഡ് പോയതാണ്. ആ റൈഡ് പോയി വന്നതിൻ്റെ ചെറിയൊരു വിശേഷങ്ങൾ ഷെയർ ചെയ്തു എന്ന് മാത്രം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. മോട്ടോർ സൈക്കിൾ കണ്ടൻസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഇനിയൊരു വീഡിയോ കാണുന്നവരെ, ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.